യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. പെറ്റാതള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാൽ. പെറ്റാതള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാൽ. താഴ്ത്തി എന്നെ തൻകരത്തിൽ വെച്ചു ജീവപാത എന്നു ഓടും ഞാൻ. താഴ്ത്തി എന്നെ തൻകരത്തിൽ വെച്ചു ജീവപാത എന്നു ഓടും ഞാൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശു. ആമേൻ. എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും പിതാക്കന്മാർക്കും മാതാക്കന്മാർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ പ്രത്യേകിച്ച് യൂട്യൂബ് ചാനൽ വഴി ഈ മീറ്റിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ. കർത്താവിൻ്റെ വലിയ മഹത്വം നമ്മുടെ മധ്യേ പിന്നെയും വെളിപ്പെടേണ്ടതിനായി നമുക്ക് വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്കായിരിക്കാം. അല്പനിമിഷം ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 91 സങ്കീർത്തനം. ആമേൻ. 91 സങ്കീർത്തനം അതിൻ്റെ 7 വാക്യം. 91 സങ്കീർത്തനം അതിൻ്റെ 7 വാക്യം ഇങ്ങനെ വായിക്കുന്നു: നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗമാണ്. ആമേൻ. 91 സങ്കീർത്തനം എല്ലാവർക്കും അറിയാമെന്നുള്ള ഏത് ഒരു കൊച്ചു കുട്ടിയോട് ചോദിച്ചാലും 91 സങ്കീർത്തനം അറിയാം. കാരണം സൺഡേ സ്കൂളിലാണെങ്കിലും ആമേൻ മാതാവോ പിതാവോ ആണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുക്കുന്നൊരു സങ്കീർത്തനമാണ് 91 സങ്കീർത്തനം. എന്നാൽ അതിൻ്റെ 7 വാക്യം നമ്മൾ വളരെ ശക്തമായി ചിന്തിക്കുമ്പോഴും 8 വാക്യം നമ്മൾ വായിക്കുമ്പോഴൊക്കെ കാണാൻ കഴിയുന്ന ഇങ്ങനെയാണ്: നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. പ്രൈസ് ദി ലോർഡ്. വളരെ ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. ഇവിടെ 7 വാക്യം പറയുന്നത് നിന്റെ വശത്ത് 1000 പേരും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ദാവീദ് തൻ്റെ ജീവിതത്തിനകത്ത് അനുഭവിച്ച വേദനകളും പ്രശ്നങ്ങളും ചെറുതല്ല. ആമേൻ. തൻ്റെ തലമുറകൾ വരെ തനിക്ക് നേരെ ശത്രുവായി തീർന്നു. തന്നെ ഒറ്റപ്പെടുത്തി, തന്നെ മാറ്റി നിർത്തി, എല്ലാ തലത്തിലും തന്നെ വേദനയോടെ ആമേൻ കണ്ട സഹോദരങ്ങൾ വരെ ഉണ്ട്. അവരുടെ മുൻപിൽ നിന്ന് ദൈവം ദാവീദിനെ വളരെ ശക്തമായി ആമേൻ പുറത്തെടുക്കുകയാണ്. പ്രത്യേകിച്ച് ദാവീദിൻ്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകമെന്ന് പറഞ്ഞാൽ അത് ചെറിയ ഒരു കൂടാരപ്പണിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ പലതിനെയും അഭിഷേകം ചെയ്യുന്നത് പോലെ ആമേൻ അഭിഷേകം ചെയ്തതല്ല ഇത് ആമേൻ രാജാവായി ജനത്തെ ഭരിക്കുവാൻ പ്രൈസ് ദി ലോർഡ് ദാവീദിനെ അഭിഷേകം ചെയ്തെടുക്കുമ്പോൾ പറയുക, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും എന്ന് പറഞ്ഞാൽ 10,000 കൊന്നു എന്ന് ആർത്തു വിളിക്കുന്ന ഗോലിയാത്തിനെ ദാവീദ് തകർത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ 1000 കൊന്നു, 1000 അല്ല 10,000 ആമേൻ ദാവീദ് എന്ത് ചെയ്തു? കൊന്നു. സ്തോത്രം. ഇന്ന് പകലിൽ
ശത്രുവിൻ്റെ മടയിൽ കയറി അവൻ്റെ സകല പദ്ധതികളെയും ഉടച്ചു കളയുന്നതാണ് അഭിഷേകം. പ്രൈസ് ദി ലോർഡ്. ശത്രുവിൻ്റെ അധർമ്മപാളയത്തിനകത്ത് വചനം പറയുന്നു, ആരും ഓട്ടിക്കാതെ ശത്രുക്കൾ ഓടിപ്പോകുന്നു. നിന്റെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ശത്രുവിൻ്റെ പദ്ധതികൾ ഉടഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അഭിഷേകം എന്ന് പറയുന്നത് ഒരു മനുഷ്യനാൽ നിർമ്മിക്കപ്പെടുന്നതല്ല. ഇത് ഒരു കടയിലോ ഒരു മാർക്കറ്റിലോ ഒരു സ്ഥാപനത്തിലോ കിട്ടുന്ന ഒരു തൈലമല്ല. ഇത് സ്വർഗത്തിലെ ദൈവം, ആമേൻ, സ്വർഗത്തിലെ ദൈവം ശമൂവേലിന് നൽകിയ അഭിഷേക തൈലം. ആ തൈലക്കൊമ്പ് നിറച്ച് തൈലമെടുത്ത് ദാവീദിന്റെ തലമേൽ ഈ തൈലം ഒഴിച്ചിട്ട് പറയുക, ഞാൻ നിന്നെ ഇസ്രായേലില് രാജാവായി തിരഞ്ഞെടുത്തിരിച്ചു. ഇസ്രായേലിലെ രാജാവായി തിരഞ്ഞെടുത്തിരും. അതുകൊണ്ട് നിനക്ക് ശത്രുക്കൾ ഇല്ല എന്നല്ല, അതുവരെ ദാവീദ് ശത്രു ആരെന്നറിയത്തില്ല. ദാവീദിന്റെ ശത്രുക്കളെല്ലാം മൃഗങ്ങളായിരുന്നു. കരടി, സിംഹം, അങ്ങനെ തുടങ്ങിയ വനാന്തരങ്ങളിലുള്ള ഏറ്റവും ശക്തമേറിയ മൃഗങ്ങളായിരുന്നു ദാവീദിന്റെ ശത്രുക്കൾ. ദാവീദിന് തൻ്റെ അപ്പനേൽപ്പിച്ച ആടുകളുമായി താനായിരുന്ന ഇടത്ത് തന്നെ തകർത്ത് കളയാൻ മാത്രമല്ല, അപ്പനേൽപ്പിച്ച ആടുകളെ തകർത്ത് കളയാൻ, അതിനെ കൊന്ന് ഭക്ഷണമാക്കാൻ വന്ന സിംഹത്തെയും കരടിയെയും തകർത്ത് തന്നെ ഏൽപ്പിച്ചതിനെ സുരക്ഷിതമാക്കാൻ ദാവീദിന് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ എന്നാൽ രാജാവായി കഴിഞ്ഞപ്പോൾ മനുഷ്യന്റെ മുമ്പിൽ ദാവീദിന് പോരാടാൻ കഴിഞ്ഞില്ല. ചതിയന്മാരായ മനുഷ്യർ, ഒന്നിനെക്കുറിച്ചും ഭയമില്ലാത്ത മനുഷ്യർ, ആ അഭിഷക്തന്മാരെ ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നത് നിസ്സാരമായ ഒരു കാര്യത്തിന് വേണ്ടിയല്ല. ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തേ, ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തത് ദൈവത്തിൻ്റെ ജോലി ചെയ്യാനാ. ശത്രുക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ, ആമേൻ, എത്ര പേര് കടന്നു വന്നാലും അവർ നിന്റെ മുമ്പിൽ വീഴാൻ പോകുകയാ. ഗോലിയാത്തിൻ്റെ തിരുനെറ്റിയിൽ ദാവീദിന്റെ കവണയിൽ നിന്ന് വന്ന കല്ല് ഗോലിയാത്തിന്റെ നെറ്റിയിൽ പതിച്ച് ഗോലിയാത്ത് തൻ്റെ മുൻപിൽ, ആമേൻ, കമന്ന് വീണതുപോലെ, ആമേൻ, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. ഏത്? ശത്രുക്കൾ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകൽക്കാലം 7-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 34-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, സങ്കീർത്തനം 34 അതിൻ്റെ 37-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ആമേൻ, 37-ന്റെ 34-ലേക്ക് നമ്മൾ വരുമ്പോൾ അതിനകത്ത് ദാവീദ് ഒരു കാര്യം പറയുന്നുണ്ട്. സ്തോത്രം. അവിടെ പറയുന്നു, യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ച് നടക്ക, എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും, ദുഷ്ടന്മാർ ഛേദിക്കപ്പെടുന്നത് നീ കാണും. കണ്ടോ? അപ്പൊ ദൈവം നിനക്കായി വച്ചിരിക്കുന്ന ആ നന്മയുടെ അകത്തളങ്ങളിൽ ദൈവം നിന്നെ മാനിക്കുമെന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. കേട്ടോ, ശക്തമേറിയ ദൈവത്തിൻ്റെ വലിയ മഹത്വം നമ്മുടെ മധ്യേ വെളിപ്പെടുമ്പോൾ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച്, കർത്താവിൻ്റെ ദയയിൽ ആശ്രയിച്ച് മുൻപിലോട്ട് പോകുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ
ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വ്യക്തമായി മനസ്സിലാക്കുന്നു, ദൈവത്തിൻ്റെ സംരക്ഷണത്തിനകത്ത് ദൈവം നമ്മെ കൊണ്ടുവരും. പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കകത്ത് ദൈവം നമ്മെ നിർത്തും. നമ്മുടെ കർത്താവ് സർവശക്തനായ ദൈവമാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് പറയാം, പ്രൈസ് ദി ലോർഡ്, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. ദൈവപൈതലേ, നിന്നോട് അടുത്തു വരികയില്ല. പറ, അത് എന്നോട് അടുത്തു വരികയില്ല. ഹല്ലേലൂയ. അതെൻ്റെ ജീവിതത്തിൽ അടുത്തു വരികയില്ല. ഈ പകലില് ശത്രുക്കളെ പാദപീഠമാക്കുന്ന ഒരു കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. ശത്രുക്കളെ പാദപീഠമാക്കുന്ന, ശത്രുക്കളെ നിന്റെ മുമ്പിൽ ആമേൻ സ്തോത്രം തകർത്ത് കളയുന്ന ഒരു പകൽ ഇന്ന് പകൽക്കാലം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ദൈവം ഞങ്ങളെ സഹായിക്കണം. കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങളെ പൊതിയണമേ. അത്ഭുതങ്ങളുടെ ദൈവം, അതിശയങ്ങളുടെ ദൈവം, ഇന്ന് പകൽക്കാലവും ഞങ്ങളുടെ മധ്യത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവിന് കൃപയിൽ മറയ്ക്കണം. കേൾപ്പിച്ച ദൈവത്തിൻ്റെ ആലോചന ജനത്തിന് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. അടിയനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു, യേശു അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.